രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെയുണ്ടാകുന്ന അന്വേഷണത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭ്യമാവുകയാണ്. 2 യുവതികളാണ് ഗർഭചിത്രത്തിന് ഇരയായത് എന്നുള്ളതും ആ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയമായത്. ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചതായും സൂചനകളുണ്ട്. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ ഒരു സംഭവത്തിൽ 2 വ്യത്യസ്ത വ്യക്തികൾ ഇരയാവുകയാണ് എങ്കിൽ തന്നെ അവർ തമ്മിൽ ഈ കാര്യത്തിൽ ആശയവിനിമയം ഉണ്ടാവുക, മറ്റൊരു പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നതും എങ്ങനെയാണ്? മാധു, ഈ ആരോപണ വിധേയരുടെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെയും ഒക്കെ സർക്കിളുകളിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അവർ മറ്റ് ചില വിവരങ്ങൾ കൂടി നേരിട്ട് തേടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഗർഭചിത്രം ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം നടന്ന ആശുപത്രിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം നോക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കൃത്യമായ സോളിഡ് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണ സംഘത്തിന് കേസെടുത്ത് മുന്നോട്ട് പോകാനും കഴിയും, ഒരു പരാതി ഇല്ലെങ്കിൽ കൂടി. ഏതായാലും ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ നിലവിൽ സ്ത്രീകളെ ശല്യം ചെയ്ത ഒരു കുറ്റകൃത്യത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതെങ്കിലും കൂടുതൽ വകുപ്പുകൾ ഈ എഫ്ഐആറിൽ വരാനുള്ള സാധ്യതയും, കാരണം കൂടുതൽ മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരുടെയെങ്കിലും ഒരു മൊഴി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി ശക്തമായ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയും അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ഏതായാലും ഈ ഗർഭചിത്രം കേന്ദ്രീകരിച്ച് ഒരു കൃത്യമായ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളൊരു നിർണായകമായ നീക്കത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച്. കാരണം ഇത് ഈ അന്വേഷണം അവസാനിപ്പിച്ചാലും പിന്നീട് എപ്പോഴെങ്കിലും ഇതൊരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുമായി വരികയാണെങ്കിൽ, ഒരു പരാതിയുമായി നേരിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അത് പിന്നീട് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തി മുന്നോട്ട് പോകാൻ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. മധു, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.